നമ്മൾ മനസ്സിലാക്കേണ്ടത് പെണ്ണിന്റെ രൂപവും പെണ്ണിന്റെ സംസാരവും പെണ്ണിന്റെ ഹോർമോണിന്റെ വ്യത്യാസങ്ങളും ഏറ്റവും കൂടുതൽ പെണ്ണിനോട് യോജിച്ചതാണെങ്കിൽ അവരെ പെണ്ണിന്റെ ഗണത്തിലാ പെടുത്തുക. ആണിന്റെ രീതിയോടും ആണിന്റെ രൂപത്തോടും ആണിന്റെ സംസാരത്തോടും പ്രവണതയോടുമൊക്കെയാണ് കൂടുതൽ സാമ്യമെങ്കിൽ അവരെ ആണുമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ അഭിമാനം വിറ്റ് ജീവിക്കുന്ന, ആണും പെണ്ണും കെട്ട രീതിയിൽ ജീവിക്കുന്ന, ഗേകളെ പോലെ അഭിരമിക്കുന്ന കുറേ സാത്താമാരുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാനും അവർക്ക് വേണ്ടി ലൈക്കുകൾ അടിക്കാനും അവർക്ക് വേണ്ടി ജയ് വിളിക്കാനും അവർക്ക് വേണ്ടി തബാറക്ക പറയാനും മാഷാ അല്ലാഹ് പറയാനും അവരുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ എന്നൊക്കെ പറയാനും നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിൽ കടന്ന് കളിക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാമിൽ 2 ഇണകളെ പറ്റിയേ പറയുന്നുള്ളൂ. അത് ആണും പെണ്ണുമാ. ഇന്നത്തെ ജുമാ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. സോഷ്യൽ മീഡിയകളിൽ ഇന്ന് ആണ് പെണ്ണിന്റെ വേഷം കെട്ടിയിട്ട്, പെണ്ണ് ആണിന്റെ വേഷം കെട്ടിയിട്ട് കാശിന് വേണ്ടി, പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എന്ത് കോലം കെട്ടാനും മടിയില്ലാത്തവരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല, അള്ളാഹു നാളെ പരലോകത്തവരെ വിജയിപ്പിക്കില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് കളിച്ച കളിയൊന്നുമല്ല. എന്നിട്ട് ഇവർ അങ്ങോട്ട് വാദിക്കുകയാണ്, എൻ്റെ രീതി അങ്ങനെയാണ്, എൻ്റെ ജീവിതം ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ നടക്കും, അതിന് ഇസ്ലാമിൻ്റെ പേര് വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തണ്ട, അവരെ ഒരിക്കലും മുസ്ലിമീങ്ങളാണെന്ന് നമ്മൾ ധരിക്കുകയും വേണ്ട, അവർ മൂഢവിഡ്ഢികളാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർത്തമാന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകളിൽ എന്ത് കോലം കെട്ടാനും എത്രത്തോളം അധപ്പതിക്കാൻ പറ്റുമോ അത്രത്തോളം അധപ്പതിക്കാനും, ശരീരത്തിൻ്റെ ഏതൊക്കെ രൂപങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കാൻ പറ്റുമോ അത് ആരെയൊക്കെ പണയം വെച്ചിട്ടാണെങ്കിലും, അത് ഭാര്യയാണെങ്കിലും അത് ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും പെങ്ങളെ ആണെങ്കിലും ഏത് കോലം കെട്ടിക്കാനും മടിയില്ലാത്തവരായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വിപത്തിറങ്ങാൻ കാരണമാകും, അള്ളാഹുവിൻ്റെ പരീക്ഷണമിറങ്ങാൻ കാരണമാകും, അള്ളാഹുവിൻ്റെ അദാബിറങ്ങാൻ കാരണമാകും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയതാണ്. ജുമാ ദിവസമാണല്ലോ, ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സാണല്ലോ. അപ്പോൾ ഈ സന്ദർഭത്തിൽ വർത്തമാന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥകളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയത്. വല്ലാത്ത അപകടത്തിലേക്കാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ചെന്ന് പെട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയകൾ എന്ന് പറഞ്ഞാൽ ഉപകാരത്തെക്കാൾ കൂടുതൽ നമുക്കത് ഉപദ്രവം ചെയ്യുന്ന ഒരു വസ്തുവാണ്. മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും ഉപകാരമുള്ളതാ, എന്നാൽ കത്തി പോലെയാണ്. അത് വെച്ച് എവിടെയും കുത്തിയാലോ അത് മുറിയുന്ന ഒരു വസ്തുവാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തന്നെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആൺവേഷം കെട്ടുന്ന പെണ്ണിനെയും പെൺവേഷം കെട്ടുന്ന ആണിനെയും ഒരുപാട് സ്ഥലങ്ങളിൽ ശപിച്ചതായിട്ട്, അവരെ അല്ലാഹു തആല നിന്ദ്യരാക്കുന്ന നിസാരരാക്കുന്ന രീതികളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.